Megastars. നമസ്കാരം, എൻ്റെ പേര് ആബിദ്. ഞാൻ ജീവൻ ടി വിയിലെ 2 crore ആപ്പിൾ മെഗാ സ്റ്റാർസിലെ കണ്ടസ്റ്റൻ്റാണ്. ഇതെൻ്റെ വീട്. എൻ്റെ സ്ഥലം എളമക്കരയിലെ പുതുക്കോട്ട എന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിനെ പറ്റി കൂടുതൽ അറിയണ്ടേ? ഓക്കെ, സോ ഫോളോ മീ. അപ്പോൾ എൻ്റെ ഈ സ്വർഗ്ഗസുന്ദരമായ വീട്ടിൽ എൻ്റെ മമ്മിയുണ്ട്, ഡാഡിയുണ്ട്, പിന്നെ മൂത്തയേട്ടനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? ഞാൻ അൻവർ. ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നു. ഒരു ട്രേഡിംഗ് കമ്പനിയിൽ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ ഭാര്യ. എൻ്റെ പേര് ഹസീന, ഹൗസ് വൈഫാണ്. ആബിദിൻ്റെ ബ്രദർ അഫാൻ. ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു, എയർപോർട്ടിൽ. ഇവൻ്റെ പാട്ട് എന്താ പറയുക, ബാംഗ്ലൂരിൽ ഭയങ്കര ഫേമസ് ആണ്. അത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവൻ്റെ ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് തന്നെ ഉണ്ട് അവിടെ. വളരെ സന്തോഷമുണ്ട് ജീവൻ ടി വിയുടെയും ആപ്പിൾ മെഗാ സ്റ്റാർസിൻ്റെയും ഈ ഒരു പ്രോഗ്രാം എൻ്റെ അനിയനെ ഇത്രയും നല്ലൊരു നിലയിൽ ഇവിടം വരെ എത്തിച്ചതിന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ്. ഇപ്പോൾ എല്ലാവരും എൻ്റെ ഫാമിലി പരിചയപ്പെട്ടല്ലോ. അതായത് സ്മോൾ ഫാമിലി, ഹാപ്പി ഫാമിലി. പിന്നെ സത്യമായിട്ട് എനിക്ക് ഇപ്പോൾ ഇത്രയും ഒരു നിലയിൽ ഇത്രയും കുറച്ചെങ്കിലും ഞാൻ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മെയിൻ നന്ദി പറയാനുള്ളത് എൻ്റെ വീട്ടുകാരോടാണ്. പിന്നെ കാരണം എൻ്റെ ഡാഡിയും മമ്മിയും എൻ്റെ ബ്രദറും ഭയങ്കര സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മെയിൻലി ഡാഡി, കാരണം ഡാഡിയും ഒരു സിംഗറാണ്. അപ്പോൾ ഡാഡിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു പാട്ട്, ഞാനിപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ എങ്ങനെ പാടണം, ഏത് സ്റ്റൈലിൽ എങ്ങനെയാണ്, അതൊക്കെ എല്ലാം ഡാഡിനെല്ലാം പറഞ്ഞുതരും. പിന്നെ ഡാഡി ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ തന്നെ എങ്ങനെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യും. ചെറുപ്പം തൊട്ട് ഞാൻ പാടാറുണ്ട്. അപ്പോൾ ഫുൾ സപ്പോർട്ട് ഡാഡിക്കാണ്. മമ്മി ആയാൽ പോലും എന്തിനു വേണമെങ്കിലും എല്ലാത്തിനും. ഇപ്പോൾ എൻ്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും മമ്മിയാണ് എല്ലാം എടുക്കുന്നത്. എൻ്റെ കോസ്റ്റ്യൂംസ് ഫുൾ മമ്മിക്കാണ് ഞാൻ എൻ്റെ ക്രെഡിറ്റ് മൊത്തം കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ബ്രദറാണെങ്കിലും എല്ലാം അതുപോലെ എല്ലാം കറക്റ്റ് രീതിയിൽ എല്ലാം പറഞ്ഞു തരും. തീർച്ചയായിട്ടും 3 പേരും എന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. നല്ലൊരു അതുകൊണ്ട് ഭയങ്കര എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇത് ഇങ്ങനെ ഒരു നല്ല സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ നല്ലൊരു എന്തിനും ഒരു നല്ല പെർഫോം ചെയ്യാനും നല്ലൊരു സപ്പോർട്ട് എനിക്കുണ്ട്. അത് തീർച്ചയായിട്ടും അള്ളാഹുവിനോട് ഞാൻ നന്ദി പറഞ്ഞോളൂ. പാട്ടിനോട് ചെറുപ്പത്തിൽ എനിക്കും താല്പര്യമുണ്ടായിരുന്നു. ഞാൻ പാടുമായിരുന്നു, സ്കൂളിൽ പഠിക്കുമ്പോൾ പാടുമായിരുന്നു. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒരു ക്ലബ്ബ് ഫംഗ്ഷനിലൊക്കെ പാടുമായിരുന്നു. പിന്നെ ഇത് ഞാൻ യാദൃശ്യമായിട്ടാണ് ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ മകൻ പെട്ടെന്ന് തന്നെ അറിയിക്കുകയായിരുന്നു ഇങ്ങനെ എനിക്കൊരു അവസരം കിട്ടി, ഇങ്ങനെ ജീവൻ ടി വി ആപ്പിൾ മെഗാ സ്റ്റാറിൻ്റെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ചാൻസ് കിട്ടി. അപ്പോൾ വളരെയധികം ഞാൻ സന്തോഷിച്ചു. അത് ആ ഒരു ഇതിന് എനിക്ക് ആപ്പിൾ മെഗാ സ്റ്റാറിനോടും ജീവൻ ടി വിയോടും നന്ദിയുണ്ട്, വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു ഫോർ എവറിത്തിങ്. ആദ്യം തന്നെ സർവശക്തനായ അള്ളാഹുവിനോട് നന്ദി പറയുന്നു, എൻ്റെ മകന് ഇവിടം വരെ എത്തിയതിന്. പിന്നെ നന്ദി പറയാനുള്ളത് 2 crore ആപ്പിൾ മെഗാ സ്റ്റാറിനോടും ജീവൻ ടി വിനോടും എല്ലാം ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. താങ്ക്സ്. അപ്പോൾ എൻ്റെ വീട്ടുകാരെ പരിപാടി കഴിഞ്ഞല്ലോ. പിന്നെ അടുത്ത് എൻ്റെ അടുത്ത കൊച്ചു കൂട്ടുകാർ, ഇവരെല്ലാവരും എൻ്റെ കൊച്ചു അനിയന്മാരാണ്. എല്ലാം എൻ്റെ പ്രോഗ്രാം എന്നും കണ്ട് എന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പിള്ളേരാണ് എല്ലാവരും. അപ്പോൾ ഇതെൻ്റെ അമ്മാൻ്റെ മകള്, ഇവളുടെ പേര് ഷിഫാന എന്നാണ്. അപ്പോൾ പിള്ളേർ റെഡിയല്ലേ? തുടങ്ങാം നമുക്ക്. ഹവാ 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 खुशबू लुटा दे, हाँ कुली है कुली खुशबू लुटा दे, अब मुझको बता दे, जरा मुझको बता दे, मैं उससे मिलूंगा, एक बार मिला दे, यार मिला दे, दिलदार मिला दे, यार मिला दे, दिलदार मिला दे,
हवा हवा ए हवा खुशबू लुटा दे, आ कुली ए कुली खुशबू लुटा दे, ऐसे ही बता दे जरा मुझको बता दे, मैं उससे मिलूंगा एक बार मिला दे, यार मिला दे दिलदार मिला दे, यार मिला दे दिलदार मिला दे. ഹലോ, അപ്പോൾ എന്താ പിള്ളേർ നമ്മുടെ കൊച്ചു കുട്ടികളെ പരിചയപ്പെട്ടല്ലോ. അപ്പോൾ ഇനി എൻ്റെ ഫ്രണ്ട്സ്, അതായത് എൻ്റെ ലൈഫ് എന്ന് പറയാം. അപ്പോൾ ഇത് അഫ്സൽ, ഇത് വൈസ്, പിന്നെ ഇത് ഇംതിയാസ്, സുരേഷ്, ഇതിൻ്റെ കസിൻ നാദിക്. ഹായ്. അപ്പോൾ ഞാൻ എന്താ പറയണ്ടത് ഇവരെ പറ്റി? എനിക്ക് പറയാൻ വാക്കുകൾ അങ്ങനെ ഇല്ല. കാരണം ഇവർ എൻ്റെ എന്താണ് എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടീവാണ്. അതായത് എന്തിലും ഇപ്പോൾ പാട്ടിലായാലും ശരി, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിലായാലും ശരി, എന്തിലായാലും ഭയങ്കര ഒരു വലിയൊരു ഭാഗം തന്നെ ഇവർക്കുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്താം. അപ്പോൾ എന്തായാലും എൻ്റെ പേര് അഫ്സൽ. ഞാനിപ്പോൾ നെറ്റ്വർക്കിംഗ് കോഴ്സ് ചെയ്യുന്നു. ഞാനിവനെ ഒരു 6 years ബിഫോർ പരിചയപ്പെട്ടാണ് ഇവൻ. അന്ന് ഇവൻ പാട്ടുപാടി ഷൈൻ ചെയ്യൽ പരിപാടി ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇവനോട് അസൂയ തോന്നാറുണ്ട്. എല്ലാവരും കയ്യടി ഏറ്റടിച്ച് വാങ്ങിക്കുവാൻ. ആള് സ്റ്റാർ തന്നെയാണ്, റോക്ക് സ്റ്റാർ. എൻ്റെ പേര് വായിസ്. ഞാൻ BBA ഫൈനൽ ഇയർ ചെയ്യുന്നു. ഇപ്പോൾ ആബിദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. പ്രത്യേകിച്ച് പാട്ട് പാടാമെന്ന് അറിയാൻ പാടായിരുന്നു ചെക്കന്. പിന്നെ എൻ്റെ കുറച്ച് ഇതുകൊണ്ട് ചെക്കൻ പാട്ട് പഠിച്ചു, അത്രേ ഉള്ളു. എൻ്റെ പേര് ഇംതിയാസ്. ഞാൻ ICWക്ക് പഠിക്കുകയാണ്. പിന്നെ ആബിദിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെറുതിലെ തൊട്ട് എന്താ പറയുക കറങ്ങി തിരിഞ്ഞ് നടന്ന് ഇങ്ങനെയൊക്കെ ഒരുപാട് പറയാറുണ്ട്. പക്ഷെ ഇപ്പം പറയാൻ പറ്റുമോ എന്നുള്ളത്. എൻ്റെ പേര് സുരേഷ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആബിദിനെ പറ്റി പറയാന്ന് വെച്ചാൽ സ്മാർട്ട് ഗൈ ആണ്. ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകണല്ലേ, ഇരിക്കട്ടെ. നന്നായിട്ട് പാട്ട് പാടും, നല്ല പെർഫോമൻസ് ആണ്. അതന്നെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഞാൻ നാദിക്. ഞാൻ ആബിയുടെ കസിൻ മാത്രമല്ല, ഒരു ക്ലോസ് ഫ്രണ്ടും കൂടെയാണ്. പിന്നെ ഭയങ്കര സപ്പോർട്ടാണ് അവന്. അവൻ്റെ പാട്ടൊക്കെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ സാധാരണ. പിന്നെ അവന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം, മാത്രമല്ല വോട്ടുകളും വേണം കുറേ. താങ്ക്സ്. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അഫ്സൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 6-7 വർഷമായിട്ട് ഭയങ്കര കമ്പനിയാണ് അഫ്സലായിട്ട്. എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടീവാണ്. പാട്ടിനായാലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും വന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, എന്തുണ്ടെങ്കിലും വന്ന് സോൾവ് ചെയ്യാറുണ്ട്. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും എപ്പോൾ ചോദിച്ചാലും അഫ്സൽ നിൽക്കാറുണ്ട്. എന്തിനും അതിനെനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട്. അതിന് പിന്നെ ഒന്നും പറയാനില്ല. കൂടി പറഞ്ഞാൽ ഇമോഷണൽ ആവും, അതുകൊണ്ട് പറയാനൊന്നുമില്ല. പിന്നെ വായിസ്, നമ്മളും ഒരുപാട് നാൾ മുമ്പ് പരിചയമാണ്. ചെറിയൊരു അസൂയുണ്ടെന്ന് കുട്ടിക്ക്. അതല്ല, ഞാനാണ് തിരിച്ച് ഫാൻ ആവുന്നത്. കാരണം പുള്ളി എന്നെക്കാളും വലിയ സ്റ്റാറാണ്. അത് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കണം. കാരണം പുള്ളി വലിയൊരു മോഡലാണ്. ആ സത്യം നിങ്ങൾ അറിയണം. എന്നാലും ഇപ്പൊ ഇതിലൂടെ അറിയാലോ, ജീവൻ അറിയാലോ. അപ്പൊ പുള്ളി എന്തായാലും പുള്ളി ഭയങ്കര ഫേമസ് ആണ്. എനിക്കാണ് അസുഖം തോന്നുന്നുണ്ട്. എന്ത് ഹെൽപ്പ് ആണെങ്കിലും ചെയ്തു തരും. എപ്പോൾ ഏത് രാത്രി പാതിരാത്രി പോയാലും പുള്ളി എന്നും എനിക്ക് വേണ്ടി ചെയ്തു തരും. അതുകൊണ്ട് അതിനെനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. വായിസിനോട് എല്ലാവരോടും നന്ദിയുണ്ട്. പിന്നെ ഇംതിയാസ്, എന്നോട് +2 തൊട്ട് നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് നമ്മൾ. അപ്പോൾ ഇംതിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് മഹാസംഭവമാണ്. ഈ കാണുന്നതെന്നല്ല, ക്യാമ്പസിലെ ആളൊരു പുലിയായിരുന്നു. പുള്ളി നമ്മൾ പഞ്ചായക്കുട്ടപ്പനെ വിളിക്കണം എല്ലാരും. ഇത് സുരേഷ്, നല്ല ആക്റ്റീവാണ്.